ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു സൈഡ് വേയിലുള്ള സെഷനായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. 10,615 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 10,631 വരെ ഹൈ പോയി, തുടർന്ന് 10,607 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. IT, റിയാലിറ്റി ഈ രണ്ട് സെക്ടറുകളായിരുന്നു ടോപ്പ് ഗെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ഗെയിനോടുകൂടിയുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിരുന്നത്, ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട്. പിന്നീട് ഒരു സൈഡ് വേയിലുള്ള ഒരു സെഷനായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത് മൊത്തത്തിൽ. അത് കൊറോണ കേസസുള്ള ഒരു വർധനവും, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മാർക്കറ്റ് ഒരു ഹൈയിൽ നിൽക്കുന്നു, ഇനി അങ്ങോട്ടെന്നുള്ള രീതിയിലൊരു ഒരു കൺഫ്യൂഷനൊക്കെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന് വേണം കാണാനായിട്ട്. നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരു അപ് ട്രെൻഡിനുള്ള വലിയ സ്ട്രെങ്ത് ഇപ്പോൾ മാർക്കറ്റിൽ കാണിക്കുന്നില്ല. ഇപ്പോൾ 10,650 അതാണ് ഒരു ഇമീഡിയറ്റ് നല്ലൊരു റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ മാർക്കറ്റ് ഈ ഒരു 10,650 മുകളിൽ തുടരുകയാണെങ്കിൽ, അതിന് മുകളിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു 10,750-60 വരെയുള്ളൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡോ അല്ലെങ്കിൽ ഒരു സൈഡ് വേയിലുള്ളൊരു സെഷൻ നമുക്ക് വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാനാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വീക്ക്ലി ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് സിഗ്നലാണ് ഇപ്പം വീക്ക്ലി ചാർട്ടിലും പ്ലോട്ടായിരിക്കുന്നത് ഈ ഒരാഴ്ച. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ലക്ഷണം തന്നെയാണ്. എങ്കിലും ഒന്ന് വാച്ച് ചെയ്യുക മാർക്കറ്റിൽ. ഇപ്പോൾ ഈ ഒരു ബുള്ളിഷ് സിഗ്നൽ നമ്മൾ വരുന്ന ആഴ്ചയും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10,780-90 വരെയുള്ളൊരു റാലി നമുക്ക് മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ RSI ഇൻഡിക്കേറ്ററിൽ വീണ്ടും ഓവർബോട്ട് റീജിയനിലേക്കാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ തുടർന്നുള്ളൊരു കൺസോളിഡേഷനുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. കൺസോളിഡേഷൻ നടന്നതിന് ശേഷമേ ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാർട്ടും ന്യൂസുകളൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യുക. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ US മാർക്കറ്റിൽ നാസ്ഡാക്ക് ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. 53 പോയിൻറ്റ്സ് ഗെയിനോടുകൂടിയാണ് നാസ്ഡാക്ക് എൻഡ് ആയത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലാം തന്നെ ഒരു നെഗറ്റീവിലാണ് ട്രേഡ് ആയത്. കാരണം ആ ഒരു കൊറോണ കേസസിലുള്ള ഒരു വർധനവൊക്കെ ആയിരുന്നു യൂറോപ്യൻ മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 3 മാർക്കറ്റും ഡൗണിലാണ് എൻഡ് ആയിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു മിക്സഡ് ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. SGX നിഫ്റ്റി ഇപ്പം 14 പോയിൻറ്റ്സ് ഡൗണിലാണ് നിൽക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു ചെറിയ ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് നടക്കുന്നത്. ഒരു ചെറിയൊരു ഗെയിനോടുകൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ FIIൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഒരു 857 കോടിയുടെ ഒരു നെറ്റ് പർച്ചേസാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ 331 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. രൂപയുടെ മൂല്യം ഡോളറിന് അഗൻസ്റ്റായിട്ട് നല്ലൊരു തിരിച്ചുവരവ് ഇന്നലെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 74.63 ഇന്നലെ ട്രേഡ് ഉണ്ടായത്. ഇപ്പം ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സൈഡ് വേയിലോട്ട് പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഇത് കുറച്ച് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പ്രൈസിൽ അതുപോലെ തന്നെ വോളിയത്തിലൊക്കെ നല്ല ഇൻക്രീസ് വന്ന സ്റ്റോക്കുകൾ, ലാർജ് ക്യാപ്പിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, സീമെൻസ്, പെട്രോനെറ്റ് LNG ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ നല്ല പ്രൈസിലും വോളിയത്തിലും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മാർക്കറ്റ് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാവുന്നതാണ് ഒരു ട്രേഡിങ്ങിനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റോക്കുകൾ 52 വീക്ക് ഹൈയിലും ടച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. വോളിയവും അതുപോലെ തന്നെ ഇതൊന്ന് സ്റ്റോക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് വരും ദിവസങ്ങൾ തിങ്കളാഴ്ച ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ട്രേഡിങ്ങിനുള്ള പോസിബിലിറ്റി നമുക്ക് ഈ സ്റ്റോക്കുകളിലും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ നോക്കാം. ഈ ഒരാഴ്ചത്തെ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുമ്പോൾ നിഫ്റ്റി ഓട്ടോ, FMCG ഒരു രണ്ട് സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ നേടിയത്. അതുപോലെ തന്നെ നിഫ്റ്റി റിയാലിറ്റി, അതേ തുടർന്ന് PSU ബാങ്ക് ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ ലോസും ഈ ഒരാഴ്ച കിട്ടിയത്. അടുത്തതായിട്ട് ഈ ഒരു ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ OPEC ഈ റീസെൻ്റായിട്ട് ഓയിൽ പ്രൊഡക്ഷനിൽ വരുന്ന കട്ടിൻ്റെ ഡാറ്റയാണ്. അതിൽ നോക്കുമ്പോൾ 1991 ഗൾഫ് വാറിൻ്റെ ആ ലെവലിലേക്ക് ഓയിൽ പ്രൊഡക്ഷനിൽ വീണ്ടും അവർ കട്ട് വരുത്തിയിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയുടെ ഒരു സെക്കൻഡ് വേവ് വന്നതാണ് പ്രധാന കാരണം. അത് തുടർന്ന് ഓയിലിൻ്റെ ഡിമാൻഡിലൊക്കെ വീണ്ടും ഒരു ഡൗൺ വരാനുള്ള സാധ്യതകൾ അവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ കട്ട് വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 1.93 മില്യൺ ബാരൽസിൻ്റെ കട്ടാണ് പെർ ഡേയിൽ വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷൻ കട്ട് നോക്കുമ്പോൾ 22.69 മില്യൺ ആണ് ഒരു ദിവസത്തെ ഓയിൽ പ്രൊഡക്ഷൻ എന്നാണ് അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ICMR ഭാരത് ബയോടെക്കുമായിട്ട് കൊളാബറേറ്റ് ഉണ്ടാക്കി വികസിപ്പിച്ചെടുത്ത കൊറോണയ്ക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻ കോവാക്സിൻ, അത് ഓഗസ്റ്റ് പകുതിയോടുകൂടി മാർക്കറ്റിൽ അവൈലബിൾ ആക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയലിനുള്ള അപ്രൂവലൊക്കെ DCGIൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് കിട്ടി എന്നുള്ള രീതിയിൽ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രയലൊക്കെ നല്ല രീതിയിൽ സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് കൊറോണയ്ക്ക് അഗൻസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ മാർക്കറ്റിലേക്കും നല്ലൊരു ന്യൂസുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതായിട്ട്
ഇന്ത്യയുടെ പവർ മിനിസ്റ്റർ രാജ്കുമാർ സിംഗ് സ്റ്റേറ്റിൻ്റെ എനർജി മിനിസ്റ്റേഴ്സും അതേപോലെ തന്നെ ഒഫീഷ്യൽസുമായിട്ടുള്ള വീഡിയോ കോൺഫറൻസിൽ കൊടുത്ത അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ ചൈന അതേപോലെ തന്നെ പാകിസ്ഥാൻ അവിടെ നിന്നുള്ള പവർ എക്യുപ്മെൻറ്റ് ഇമ്പോർട്ട് ഇനി അലോ ചെയ്യത്തില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് ഈ ഒരു പവർ എക്യുപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇനി കൂടുതലും ഡൊമസ്റ്റിക് പ്രൊക്യൂർമെൻ്റ് ആയിരിക്കും വരിക എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതേ തുടർന്ന് ഇത് നോക്കുമ്പോൾ ബി എച്ച് എല്ലിനൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോക്കൊക്കെ നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് അടുത്തായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിലേക്ക് വീണ്ടും ഒരു ഇൻവെസ്റ്റർ വന്നിരിക്കുകയാണ്. ഏകദേശം 1894 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഇൻ്റൽ ക്യാപിറ്റൽ ജിയോ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുന്നു. ഏകദേശം 0.39% സ്റ്റേക്ക് അവർ എടുക്കുന്ന രീതിയിൽ. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതോടുകൂടി ടോട്ടൽ ജിയോ പ്ലാറ്റ്ഫോമിൽ വന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ നോക്കുമ്പോൾ 1,17,588 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പോൾ ടോട്ടലായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നിഫ്റ്റിയിൽ ഇന്നലെ നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുത്ത സ്റ്റോക്കും ഇവരായിരുന്നു. ഇനി നമ്മൾ ഇതിനു മുമ്പ് കണ്ട ന്യൂസായിരുന്നു വേദാന്ത മാർക്കറ്റിൽ നിന്നും ഡീലിസ്റ്റ് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ ഇവർ Nifty50യിൽ നിന്നും ഇതേ തുടർന്ന് എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ അവരെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ HDFC ലൈഫാണ് Nifty50യിലേക്ക് ജൂലൈ 31 മുതൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ HDFC ലൈഫിനൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അടുത്തായിട്ട് KKR ഗ്രൂപ്പ് JB കെമിക്കൽസിലെ കൺട്രോളിംഗ് സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പോകുന്നു. ഏകദേശം 54% സ്റ്റേക്കാണ് അവർ പ്രൊമോട്ടേഴ്സിൽ നിന്ന് വാങ്ങാനായിട്ട് പോകുന്നത്. ഇനി Affle ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം OS ലാബ്സിൽ അവർ ഏകദേശം 8% സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലും അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനി മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റ് നടത്താനായിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അപ്രൂവൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റൊക്കെ വരുമ്പോൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പം നല്ലൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് ഇതിനെ തുടർന്നുള്ള ന്യൂസുകളൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് Indiabulls Q4 റിസൾട്ട്സ് നോക്കുമ്പോൾ ഏകദേശം 90% ഡിക്ലൈനാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല 64 കോടിയുടെ നെറ്റ് ലോസാണ് ഇവർ കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിൽ നോക്കുമ്പോൾ 949 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഇവർ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റുകളിൽ ഈ ഒരു മച്ചുറിംഗ് ബോണ്ട്സ് എല്ലാം പേ ചെയ്യാനുള്ള ലിക്വിഡിറ്റി അവരുടെ കയ്യിലുണ്ട്. അതുമാത്രമല്ല ഷെയർ സെയിൽ വഴിയായിട്ട് ഏകദേശം 2000 കോടി റേസ് ചെയ്യാനുള്ള പ്ലാനും അവർക്കുണ്ട് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി Motherson സുമിയിൽ ഒരു റീഓർഗനൈസേഷൻ പ്ലാൻ നടക്കാൻ പോവുകയാണ്. അതിൽ നോക്കുമ്പോൾ അവരുടെ ഡൊമസ്റ്റിക് വയറിംഗ് ഹാർനസ് അതിനെ ഒരു സബ്സിഡറി ആക്കിയിട്ട് സെപ്പറേറ്റ് കമ്പനിയായി പരിഗണിക്കാൻ പോകുന്നു. അതിനുള്ളൊരു പ്രോസസ്സൊക്കെ ഇനിഷ്യേറ്റ് ചെയ്തു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു സബ്സിഡറി വരുന്നതോടുകൂടി Motherson സുമിയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഷെയറിന് ഈ ഒരു പുതിയ കമ്പനി സബ്സിഡറിയിലും ഒരു ഷെയർ അലോട്ട് ചെയ്യും എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നീട് ഈ ഒരു കമ്പനി വീണ്ടും ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റാകും എന്ന രീതിയിൽ പറയുന്നു. അതുമാത്രമല്ല ഇവരുടെ പാരൻറ്റ് കമ്പനിയായ സംവർദ്ധന മദേഴ്സൺ ഇൻ്റർനാഷണൽ അതിനെ Motherson സുമിയിലേക്ക് ലയിപ്പിക്കാനും ഉള്ള ഒരു പ്ലാനുമായിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ സംവർദ്ധന മദേഴ്സൺ ഇൻ്റർനാഷണലിൽ 10 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ Motherson സുമിയിലേക്ക് വരുമ്പോൾ അത് 51 ഷെയർസായിട്ട് അവർ അലോട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല Motherson സുമി ഈ ഒരു പ്രോസസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ നെയിം സംവർദ്ധന മദേഴ്സൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡായി മാറും എന്നാണ് അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയോ ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇതിനോടൊരു നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നില്ല ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഈ ഒരു ന്യൂസ് വന്നതിനെ തുടർന്ന് സ്റ്റോക്ക് വീണ്ടും ഡൗണിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇനി ഈ ഒരു ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂണിലെ ഓട്ടോ കമ്പനികളുടെ സെയിൽസ് ഡാറ്റയാണ്. അതിൽ നോക്കുമ്പോൾ നല്ലൊരു തിരിച്ചുവരവാണ് എല്ലാവരും തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു ലോക്ക്ഡൗൺ റിലാക്സേഷൻ വന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഡീലർഷിപ്പ് കമ്പനികളും അതുപോലെ തന്നെ ഷോറൂമുകളെല്ലാം വീണ്ടും റീഓപ്പൺ ചെയ്തു. അതേ തുടർന്ന് അത്യാവശ്യം നല്ലൊരു സെയിൽസാണ് എല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഒരു തിരിച്ചുവരവ്. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു കൊറോണയ്ക്ക് മുമ്പുള്ള കാലയളവിലെ ഏകദേശം 50% സെയിൽസിൽ അവർ വീണ്ടും തിരിച്ചെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്, എല്ലാ കമ്പനികളും തന്നെ. എന്നിരുന്നാലും ഇനിയും ഇവർക്ക് കുറച്ച് ദൂരം കൂടെ ഇനി കുറച്ച് കാലം കൂടി എടുക്കും ഇങ്ങനെ ഒരു ഫുൾ നോർമൽ കപ്പാസിറ്റിയിലേക്ക് തിരിച്ചെത്താൻ. കാരണം ഇപ്പോൾ പല സിറ്റീസിലും നോക്കുവാണെങ്കിൽ ഇപ്പോഴും ലോക്ക്ഡൗണിൻ്റെ റിലാക്സേഷൻസ് ഇനിയും വന്നിട്ടില്ല. ഒരു സ്ട്രിക്റ്റ് റൂൾസ് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡീലേഴ്സും അതേപോലെ തന്നെ ഷോറൂമുകളൊന്നും ഇനിയും വർക്കിംഗ് ആയിട്ടില്ല. എന്നിരുന്നാലും ഇത് ഈ ഒരു കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇനി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഡിഫൻസ് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഏകദേശം 12 എയർക്രാഫ്റ്റുകളും അതുപോലെ തന്നെ 21 മിഗ് പ്ലെയിൻസും പ്രൊക്യൂർ ചെയ്യാനുള്ളൊരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നോക്കുമ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റുകളെല്ലാം തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലായിരിക്കും അവർ നിർമ്മിക്കുക എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത്. അതേ തുടർന്ന് ഈ ഒരു ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം തന്നെ പോസിറ്റീവിൽ പോയിട്ടുണ്ടായിരുന്നു.
ഇനി കെഡിലെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൊറോണയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻ സൈക്കോഫ്-ഡി അത് പ്രീ ക്ലിനിക്കൽ ഡെവലപ്മെൻ്റ് എല്ലാം സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയലിന് വേണ്ടിയുള്ള പെർമിഷൻ അവർ സീക്ക് ചെയ്യാൻ പോകുന്ന എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസും ഈ ഒരു സ്റ്റോക്കിനൊന്ന് ട്രാക്ക് ചെയ്യുക. ഇപ്പോൾ ഇവരുടെയും നല്ലൊരു പോസിറ്റീവ് റിസൾട്ട്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കും നല്ല അപ് ട്രെൻഡിൽ പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനി JSW സ്റ്റീൽസിൻ്റെ അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 2021 Q1 ക്രൂഡ് സ്റ്റീലിൻ്റെ പ്രൊഡക്ഷനിൽ 30% ഡിക്ലൈൻ ആണ് വന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ റെസ്യൂം ചെയ്തതിന് ശേഷം 76% യൂട്ടിലൈസേഷൻ അവർക്ക് തിരിച്ചെത്താൻ സാധിച്ചു. അതുമാത്രമല്ല ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അവരുടെ വിജയനഗർ പ്ലാന്റിൽ കുറച്ച് എംപ്ലോയീസിന് കൊറോണ പോസിറ്റീവായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു റെഡ്യൂസ്ഡ് കപ്പാസിറ്റിയിലാണ് അവരുടെ ഓപ്പറേഷൻസ് എല്ലാം ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല അവർക്ക് കിട്ടിയ 4 അയൺ ഓർ മൈൻസിൽ അവർ വീണ്ടും ഓപ്പറേഷൻസ് ആരംഭിച്ചു എന്ന രീതിയിലും അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു മിക്സഡ് ന്യൂസുകളൊക്കെ ആയതുകൊണ്ട് തന്നെ കൂടുതലും ഒരു നെഗറ്റീവ് ന്യൂസുകളാണ്. അതേ തുടർന്ന് ഈ സ്റ്റോക്ക് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി ആക്സിസ് ബാങ്ക് അവരുടെ UK സബ്സിഡറി ആക്സിസ് ബാങ്ക് UK ലിമിറ്റഡ് അവിടുത്തെ ഓപ്പറേഷൻ നിർത്താൻ പോകുന്നു എന്ന രീതിയിലും അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഫിനോലെക്സ് കേബിളിൻ്റെ കോവിഡ് ഇമ്പാക്റ്റ് നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ 2,000 കോടിയുടെ ഒരു സെയിൽസ് ഡിക്ലൈനാണ് അവർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് എല്ലാം സ്ട്രോങ് തന്നെയാണ്, കമ്പനി ഡെപ്റ്റ് ഫ്രീ ആണ് എന്ന രീതിയിലും അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മുമ്പോട്ടുള്ള കാലയളവിൽ നോക്കുമ്പോൾ ലോജിസ്റ്റിക്സിലൊന്നും വലിയ റിസ്കുകൾ കാണുന്നില്ല എന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ന്യൂസുകളൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ US ഇനി കൂടുതൽ അവരെടുക്കാൻ പോകുന്ന ആക്ഷൻസൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതൊക്കെയായിരിക്കും ഈ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതലും ഇമ്പാക്റ്റുകൾ കൊണ്ടുവരാൻ പോകുന്നത്. അതുമാത്രമല്ല നിങ്ങൾക്കറിയാവുന്ന അപ്ഡേറ്റുകളും നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.